നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രണ്ടാം ദിവസവും വെള്ളക്കെട്ട് തുടരുന്നു. നെല്ലായി പന്തലൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങിത്തുടങ്ങി. വയനാട്ടിലേക്കൊരു കൈത്താങ്ങ്. തൃശൂരിലെ 10 ആംബുലൻസുകൾ വയനാട്ടിലേക്ക്. ആളൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ച് അപകടം. വാർത്തകൾ വിശദമായി. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രണ്ടാം ദിവസവും വെള്ളക്കെട്ട് തുടരുന്നു. പ്രധാന റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര, തലവണിക്കര പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. 2 അടിയോളം വെള്ളം താഴ്ന്നെങ്കിലും വീട്ടുകാർക്ക് ഇവിടത്തേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പുലക്കാട്ടുകരയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. 18 മണിക്കൂറോളം മഴ പെയ്യാതിരുന്നതും അനുകൂല കാലാവസ്ഥയായതും വൈകിട്ടോടെ വെള്ളം താഴ്ന്നതിന് കാരണമായി. നിലവിൽ പുലക്കാട്ടുകരയിലെ റോഡുകളിലും പറമ്പുകളിലും ഒഴുക്ക് ശക്തമാണെന്ന് നാട്ടുകാർ പറയുന്നു. പുതുക്കാട് പഞ്ചായത്തിലെ കേളി പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇവിടെയുള്ള വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ്. പ്രദേശത്തെ 25ഓളം വീട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ആമ്പലൂർ വടക്കുമുറി, കനാൽ പരിസരം എന്നിവിടങ്ങളിലും വീടുകൾ വെള്ളക്കെട്ടിലാണ്. ഉച്ചയോടുകൂടി ഈ പ്രദേശത്ത് വെള്ളം ഇറങ്ങുമെന്നാണ് കരുതുന്നത്. കല്ലൂർ പാടം വഴി കോനിക്കര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. അതേസമയം മേഖലയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയാണ്. കല്ലൂർ പാടം വഴി പാഴായി ഊരകം റോഡ്, ഞെള്ളൂർ റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. വെള്ളക്കെട്ടിലായ ആമ്പലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുൻപിലത്തെ റോഡിൽ ഭാഗികമായി വാഹനങ്ങൾ കടന്നുപോയി തുടങ്ങി. ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി കടന്നുപോകുന്നത്. നെല്ലായി പന്തലൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങിത്തുടങ്ങി. വടക്കുംപാടം, കുണ്ടുകടവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കയറിയത്. ഇതിനെ തുടർന്ന് പന്തലൂർ ജനതാ UP സ്കൂളിൽ നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ 17 വീടുകളിൽ നിന്നായി 37 പേർ വസിക്കുന്നുണ്ട്. ദുരന്ത ഭൂമിയിൽ നിന്നും ജീവന്റെ തുടിപ്പുകളുമായി ശരവേഗത്തിൽ പായാൻ സാംസ്കാരിക നഗരിയിൽ നിന്നും 10 ആംബുലൻസുകൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി തൃശൂരിലെ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കിയ 10 ആംബുലൻസുകളാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. രക്ഷാദൌത്യത്തിനായി ഓരോ ആംബുലൻസിലും 2 വീതം ഡ്രൈവർമാരുടെ സേവനം, ഫ്രീസർ, ജനറേറ്റർ എന്നീ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസ് ഡ്രൈവർമാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വയനാട്ടിലേക്ക് യാത്രയാക്കി. ചടങ്ങിൽ തൃശൂരിലെ പൂരപ്രേമി സംഘം ഭാരവാഹികൾ ആംബുലൻസ് ഡ്രൈവർമാർക്ക് യാത്രാ ചെലവിനായി 10,000 രൂപ കൈമാറി. ADM T മുരളി, കളക്ഷൻ സെന്റർ നോഡൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ രോഹിത് നന്ദകുമാർ, ആംബുലൻസ് ഡ്രൈവർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിലെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നും സമാഹരിച്ച വിവിധ സാധനങ്ങളുമായി 6 വാഹനങ്ങളും വയനാട്ടിലേക്ക് പോയിരുന്നു. ജില്ലാ ഭരണകൂടം, ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലയിൽ നിന്നും ഫോറൻസിക് സർജന്മാരും അടങ്ങുന്ന സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കീഴിലുള്ള 50 സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരെയും വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചിരുന്നു. ആളൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ആളൂർ മാള വഴി ജംഗ്ഷന് സമീപം പോട്ട റോഡിൽ കഴിഞ്ഞ രാത്രിയിലായിരുന്നു അപകടം. ഇരിഞ്ഞാലക്കുട ഭാഗത്തു നിന്നും വന്ന പിക്കപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. പരിക്കേറ്റവരെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ കൂടപ്പുഴ കുട്ടാടം പാടത്തെ നിവാസികൾക്ക് വീട് ശുചീകരിക്കുന്നതിന് ആവശ്യമായ വിവിധതരം ശുചീകരണ വസ്തുക്കൾ വിതരണം ചെയ്തു. ചാലക്കുടി വൈസ്മൻ ഇന്റർനാഷണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മെൻഡസ് കണ്ണൂക്കാടൻ, വാർഡ് കൗൺസിലർ സൂസി സുനിലിന് ശുചീകരണ വസ്തുക്കൾ കൈമാറി. ക്ലബ്ബ് സെക്രട്ടറി AK ജോൺ, കലാഭവൻ ജയൻ, ബൈജു ജോർജ്, VR ബാബു, ജോയ് കരിപ്പായി,
സുരേഷ് പവിത്രം, ആൻഡോ പൂങ്കാരൻ, ഡാനി ഫ്രാൻസിസ്, മിനോജ് ചാലക്കുടി എന്നിവർ പങ്കെടുത്തു. കുട്ടാടം പാടത്തെ 11 കുടുംബങ്ങൾക്കാണ് ശുചീകരണത്തിനുള്ള വസ്തുക്കൾ കൈമാറിയത്. വെള്ളം കയറിയപ്പോൾ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി മലവെള്ളത്തിൽ കൂടെ ആളുകളൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വൈസ്മെൻ ക്ലബിൻ്റെ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ അനുഗ്രഹസഭയുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും അന്ന് നമ്മുടെ വൈസ്മെൻ ക്ലബ്ബാണ് അവിടുന്ന് ആളുകളെ മാറ്റാനും സാധനങ്ങൾ മാറ്റാനൊക്കെ ആയിട്ട് എപ്പോഴും പ്രവർത്തനത്തിൽ മുന്നോട്ട് നിൽക്കുകയാണ്. എന്തായാലും ഇങ്ങനെ പെട്ടെന്ന് ഉള്ള അവസരത്തിൽ ഇങ്ങനെ ഇത് വേറെ ഒരു താങ്ങായിട്ട് ജയൻ പറഞ്ഞ ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നേരം പുലർച്ചയായപ്പോഴേക്കും ഈ 12ഓളം വീട്ടുകാർക്കുള്ള ക്ലീനിങ്ങിനുള്ള 10 ഐറ്റംസും. വെള്ളം കയറി എന്നുള്ള ദുഃഖകരമായുള്ള വേദന ഞങ്ങളെല്ലാം അനുഭവിച്ചിരിക്കുന്ന സമയത്താണ് ഈ പ്രദേശത്തുള്ള 10ഓളം വീട്ടുകാർ വെള്ളം കയറി അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ തരാൻ പറ്റുമോ എന്ന് ജയൻ ഇന്നലെ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറിയ VR പുരം റെയിൽവേ ബൈ ലൈനോട് ചേർന്നുള്ള വീടുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. VR പുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് ശുചീകരണം നടത്തിയത്. വെള്ളം കയറി ചെളിയും മറ്റും നിറഞ്ഞ് വീടുകളിൽ നിന്നും ക്യാമ്പിലും ബന്ധുവീട്ടിലും മാറി താമസിക്കുന്ന ദേവസി ആലപ്പാട്ട്, അസ്സനാർ തറയിൽ എന്നിവരുടെ വീടുകളാണ് 10ഓളം വരുന്ന NSS വിദ്യാർത്ഥികൾ വീട്ടുകാരോടൊപ്പം ചേർന്ന് വൃത്തിയാക്കിയത്. VR പുരം കസ്തൂർബ കേന്ദ്രത്തിലും കമ്മ്യൂണിറ്റി ഹാളിലും കഴിയുന്ന കുടുംബങ്ങളെ സന്ദർശിക്കാൻ കഴിഞ്ഞ ദിവസം NSS വിദ്യാർത്ഥികൾ എത്തിയപ്പോഴാണ് വെള്ളം ഇറങ്ങിയെങ്കിലും വീടുകൾ ശുചീകരിക്കാതെ തിരിച്ചു പോകാൻ കഴിയില്ലെന്ന വിവരം വീട്ടുകാർ പറയുന്നത്. ഇതേ തുടർന്ന് രാവിലെ വീടുകൾ ശുചീകരിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാവുകയായിരുന്നു. NSS ലീഡർ KS ആൽവിൻ, ജോഷുവ ജോഷി, ക്രിസ്റ്റോ ഫ്രാൻസിസ്, എൽറോയ് ഷാജൻ, CN നവനീത്, NS ശ്രീഹരി, PS ശ്രീലക്ഷ്മി, അലീന ഷാജൻ, നിരഞ്ജന സുനിൽകുമാർ എന്നീ വിദ്യാർത്ഥികളോടൊപ്പം NSS കോർഡിനേറ്റർ വിജീഷ് ലാൽ AV, PTA വൈസ് പ്രസിഡന്റ് UV സുനിൽകുമാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൂടപ്പുഴ 1876 നമ്പർ NSS കരയോഗവും കൂടപ്പുഴ ശിവ വിഷ്ണു ക്ഷേത്ര സംരക്ഷണ സമിതിയും എല്ലാ വർഷവും നടത്തിവരാറുള്ള കർക്കിടക വാവ് ബലിയും മഹാഗണപതി ഹോമവും ആഗസ്റ്റ് 3 ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അന്നേ ദിവസം വെളുപ്പിന് 4 മുതൽ കൂടപ്പുഴ ആറാട്ടുകടവിൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച വെളുപ്പിന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പിള്ളി മന ജാതവേദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും നടക്കും. ഈ തവണ ബലിയിടാനുള്ള പ്രവേശനം സൗജന്യമാക്കിയിട്ടുണ്ട്. കാർമ്മികൾക്കുള്ള ദക്ഷിണ ഭക്തർക്ക് നൽകാം. പുഴയിലെ ഒഴുക്കും ജലനിരപ്പ് ഉയർന്നതും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സ്, പോലീസ്, മെഡിക്കൽ സംഘത്തിന്റെ കർശന നിരീക്ഷണവും നിർദ്ദേശവും അനുസരിക്കണമെന്ന് ഭക്തരോട് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ബലിതർപ്പണം കഴിഞ്ഞുവരുന്ന ഭക്തർക്ക് ക്ഷേത്രാങ്കണത്തിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രനടയിൽ പറന്നിറയ്ക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ക്ഷേത്രം NSS ഭാരവാഹികളായ സുകുമാരൻ മറ്റത്തിൽ, സജീവ് വെള്ളന്നൂർ, ശ്രീകുമാർ ചിറക്കൽ, പ്രകാശ് പ്ലാവിൻ തോട്ടം എന്നിവർ അറിയിച്ചു. 1876 നമ്പർ NSS കരയോഗം കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ കൊല്ലം നടത്താറുള്ള ബലിതർപ്പണം കർക്കിടവാവിൻ്റെ ഈ വർഷവും പതിവ് പോലെ തന്നെ എല്ലാ സജ്ജീകരണവും കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടെൻറ്റ്. 5 ശാന്തിമാരുണ്ടായിരിക്കും, 5 പേർക്കും സെപ്പറേറ്റ് ആയിരിക്കും. ഇത്തവണ ഞങ്ങൾ 10 രൂപ മേടിക്കാൻ ടിക്കറ്റ് ഇല്ല എന്ന് വെച്ചേക്കാണ്. ശാന്തിക്കാർക്ക് ദക്ഷിണ പതിവ് പോലെ കൊടുത്താൽ. നന്ദിക്കരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പറപ്പൂക്കര പോങ്കോത്തറ ചെമ്പിപ്പറമ്പിൽ വീട്ടിൽ 69 വയസ്സുള്ള കരുണാകരനാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രിയിലായിരുന്നു മരണം. ശനിയാഴ്ച വൈകിട്ട് 6:30 നന്ദിക്കരയിൽ വെച്ചായിരുന്നു അപകടം. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6450 രൂപ, പവന് 51,600 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ 2ാം ദിവസവും വെള്ളക്കെട്ട് തുടരുന്നു. നെല്ലായി പന്തലൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങിത്തുടങ്ങി. വയനാട്ടിലേക്കൊരു കൈത്താങ്ങ്. തൃശൂരിലെ 10 ആംബുലൻസുകൾ വയനാട്ടിലേക്ക്. ആളൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ച് അപകടം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.